പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രാഫേ മീഡിയ എന്ന ഈ ഫേസ്ബുക്ക് പേജിൽ ഇന്ന് സന്ധ്യയിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കാൻ സർവകൃപാലുവായ ദൈവം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒരുക്കിയ വിലയേറിയ നല്ല നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയ സ്നേഹിതനും ക്രിസ്തുവിൽ ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ, ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ തോമസ് ഏവൈ, അദ്ദേഹത്തിൻ്റെ കുടുംബം ഇന്ന് രാത്രിയിൽ ഗ്രാഫേ മീഡിയ എന്ന ഈ ഫേസ്ബുക്ക് പേജിൽ കൂടെ ഞങ്ങളെ ശ്രവിക്കുകയും ഗാനങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്ന എല്ലാ പ്രിയ ശ്രോതാക്കളെയും എല്ലാവരെയും ഒരുമിച്ച് ദൈവനാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കൊപ്പം ആയിരിക്കുന്നത് ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരൻ ജോയൽ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജെറമി, അതുപോലെ തന്നെ കീബോർഡ് പ്ലേ ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ ബിബിൻ വർഗീസ് എന്നിവരാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്ന നല്ല നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരുമിച്ച് അനുഭവിച്ചറിഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഒരുമിച്ച് ദൈവത്തെ ഉയർത്തുന്ന, ദൈവിക നാമത്തെ സ്തുതിക്കുന്ന ഈ നല്ല നിമിഷത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നല്ലതുപോലെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ മനസ്സിലാക്കുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. ഹല്ലേലൂയ. Praise the Lord. പരിശുദ്ധൻ മഹോന്നതൻ ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകരാജനാം മശിഹ. പരിശുദ്ധൻ മഹോന്നതൻ ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകരാജനാം മശിഹ. ഹാ ഹാ ഹാ
ദൈവം നിത്യതാതനും വീരനാം ദൈവം ഉന്നത ദേവൻ നീതിൻ സൂര്യൻ രാജാതിരാജനാം മശിഹ അവൻ അത്ഭുത മന്ത്രിയാം ദൈവം നിത്യതാതനും വീരനാം ദൈവം ഉന്നത ദേവൻ നീതിൻ സൂര്യൻ രാജാതിരാജനാം മശിഹ ഹാ 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 കടക്കാരനല്ല അവനാർക്കും ബാധ്യത അല്ല അവനൊപ്പം പറയാൻ ആരുമേയില്ല അവനെ പോലാരാധ്യനില്ല അവനാർക്കും കടക്കാരനല്ല അവനാർക്കും ബാധ്യതയല്ല അവനൊപ്പം പറയാൻ ആരുമേയില്ല അവനെ പോലാരാധ്യനില്ല ഹാ 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 ഹല്ലേലൂയ 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 നിങ്ങൾ ഇരിക്കുന്നിടങ്ങളിൽ കരമുയർത്തി ഹാ 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 ഹല്ലേലൂയ ഹാ 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 ഹല്ലേലൂയ ഹാ 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 ഹല്ലേലൂയ ഹാ 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 ഒരിക്കൽ കൂടെ ഒരുമിച്ച് ചേർന്ന് ഹാ 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 ഹല്ലേലൂയ ഹാ 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 ഹല്ലേലൂയ ഹാ 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 ഹല്ലേലൂയ ഹാ 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 നിസ്സാരപ്പെടുന്ന വസ്തുവിൽ നിസ്സാരമെന്ന് കരുതുന്ന മനുഷ്യന് ദൈവം ഉപയോഗിച്ച വിധങ്ങളെപ്പറ്റി
വേദപുസ്തകം വളരെ നന്നായി പ്രതിപാദിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഭൂരിഭാഗം ആളുകളും മീൻപിടുത്തക്കാരാണ്. അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ല, അവർ സാധാരണക്കാരാണ്, അവർക്ക് പറയത്തക്ക കുടുംബ മഹിമകളൊന്നുമില്ല. എന്നിട്ടും അവരെ കർത്താവ് തൻ്റെ കരങ്ങളിൽ ശക്തമായ നിലകളിൽ ഉപയോഗിച്ചു. അതിൽ നമുക്ക് ഏറ്റവും സുപരിചിതമായ കഥാപാത്രമാണ് പത്രോസിൻ്റെത്. പത്രോസ് സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. എന്നാൽ തൻ്റെ ഒറ്റ പ്രഭാഷണത്തിൽ 3000 പേർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിനിടയായി. മാത്രമല്ല, താൻ പ്രവചനങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. ഇനി ഭൂമിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ വളരെ വ്യക്തമായി തൻ്റെ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. തീർന്നില്ല. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ചെങ്കടലിൽ ദൈവം അവർക്ക് വേണ്ടി മോശയുടെ വടി നീട്ടിയപ്പോഴാണ് ചെങ്കടൽ 2ആയി പിളർന്നു മാറിയത്. അവരതിലൂടെ അക്കരെ എത്തിയത്. കയ്പാണ്. ആ കയ്പിനെ മാറ്റിയത് വൃക്ഷത്തിന്റെ ഒരു കമ്പ് വെട്ടിയിട്ടുകൊണ്ടാണ്. യേശു സഞ്ചരിച്ചത് കഴുതപ്പുറത്താണ്. ഇവയിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുതയുണ്ട്. എൻ്റെ കർത്താവ് നിസ്സാരമെന്ന് കരുതപ്പെടുന്ന എല്ലാ വസ്തുക്കളെ ഉപയോഗിച്ച് അതിൻ്റെ ഏറ്റവും പരമാവധിയായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയരെ, ഞങ്ങളെക്കാൾ വിദ്യാഭ്യാസം കൂടിയവർ, നന്നായി ഗാനങ്ങൾ ആലപിക്കാൻ കഴിവുള്ളവരൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടും ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ കൃപയാണ്. പാട്ടുകാരൻ ഇപ്രകാരം പറയുക: ഞങ്ങൾ വന്നത് ഞങ്ങളുടെ മിടുക്കോ ഞങ്ങളുടെ കഴിവോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. അതേ പ്രിയരെ, നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ഇതുവരെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഈ മനോഹരമായ ഗാനം ദൈവനാമ മഹത്വത്തിനായി ഞങ്ങൾ ആലപിക്കും. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ.
ഞങ്ങൾ ഇതുവരെ നീ മാത്രം എൻ ദൈവമേ. എന്നോടൊപ്പം ഒരുമിച്ച് നിങ്ങൾക്ക് പാടുവാൻ കഴിയുമോ? നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം ഇന്നയോളം വരുവാൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിച്ചു. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുള്ളവരായിരിക്കാം, പക്ഷേ ഈ നേട്ടങ്ങൾക്കെല്ലാം പിൻപിൽ വ്യാപരിച്ച ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ പറയുവാൻ കഴിയും, ഞങ്ങൾക്കൊപ്പം ചേർന്ന് എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ സാമർഥ്യമല്ല, എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ ദാനം ഒന്നുകൊണ്ട് മാത്രം ഇന്ന് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ഞാനായിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഒരുമിച്ച് പാടാം ആ വരികൾ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണ്. കരമുയർത്തി പറയുവാൻ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണ്. എത്ര പേർക്ക് പറയുവാൻ കഴിയും? കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ നീ മാത്രം എൻ യേശുവേ. ഹല്ലേലൂയ. അതേ പ്രിയരെ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ ഞങ്ങളുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമാണ് നമ്മുടെ ദൈവം. ഗതിഭേദത്താലുള്ള ആച്ഛാദനം നമ്മുടെ ദൈവത്തിനില്ല. ദൈവത്തിന് ഇപ്രകാരം പറയുന്നു, എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേർകളിൽ അതിസുന്ദരൻ തന്നെ. പ്രിയരെ, നമ്മുടെ ദൈവം വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേർകളിൽ അതിസുന്ദരൻ. അതെ, ഈ അർത്ഥം വർണ്ണിക്കുന്ന മനോഹരമായ ഒരു തമിഴ് ഗാനം നമുക്ക് ശ്രവിക്കാം. 1000 പാർത്താലും കോടിസനം ഇരുന്നാലും. സനമിരുന്നാലും യേശുവെ പോലഴക ഇന്നും കണ്ടുപിടിക്കലേ. ആയിരങ്ങൾ പാർത്താലും കോടി സനമിരുന്നാലും യേശുവെ പോലഴക ഇന്നും കണ്ടുപിടിക്കലേ. നാലുങ്ക
மறந்த போதும் நீங்க என்னை மறக்கவில்லை. நான் கீழே விழுந்தும் நீங்க என்னை விட்டு கொடுக்கலையே. அட மனுஷ மறந்த நீங்க என்னை தூக்க மறக்கலையே. உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாடு உம்மை புகழ ஒரு நாவும் பத்தலையே. உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாடு உம்மை புகழ ஒரு நாவும் பத்தலையே. காசு பணம் இல்லாமல் முகவரி இல்லாமல் தனிமையில் நான் அழுததை நீர் மறக்கலையே. காசு பணம் இல்லாமல் முகவரி இல்லாமல் தனிமையில் நான் அழுததை நீர் மறக்கலையே. நான் உடைஞ்சு போய் கிடந்தேன், நான் நொறுக்கப்பட்டு கிடந்தேன். என்னை ஒட்டி சேர்க்க நீங்க வந்தது நான் மறக்கலை. என் கண்ணீரை நீங்க தொடச்சு விட்டது நான் மறக்கலை. உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாட உம்மை புகழ ஒரு நாவும் பத்தலை. என்னை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாட உம்மை புகழ ஒரு நாவும் பத்தலை. ஆயிரங்கள் பார்த்தாலும் கோடிசனம் இருந்தாலும் உம்மை விட அழக இன்னும் கண்டுபிடிக்கலை. ஆயிரங்கள் பார்த்தாலும் கோடிசனம் இருந்தாலும் உம்மை விட அழக இன்னும் கண்டுபிடிக்கலை. நான் உங்களை மறந்த போதும் நீங்க என்னை மறக்கவில்லை. நான் கீழே விழுந்து நீங்க என்னை விட்டு கொடுக்கலை. அட மனுஷ மறந்து நீங்க என்னை தூக்க மறக்கலை. உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாட உம்மை புகழ ஒரு நாவு பத்தலை. உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாட உம்மை புகழ ஒரு நாவும் பத்தலை. உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாட உம்மை புகழ ஒரு நாவும் பத்தலை. உம்மை ஆராதிப்பேன் அழகே, என்னை மன்னிக்க வந்த அழகே. உம்மை பாட உம்மை புகழ ஒரு நாவும் பத்தலை. ഈ ഫേസ്ബുക്ക് പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഒരിക്കലൂടെ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. കമൻ്റായും ഷെയറായും ഒക്കെ ഞങ്ങളെ പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ നന്ദിയെ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഗാനങ്ങൾ സജസ്റ്റ് ചെയ്യാം. ഞങ്ങൾക്കറിയാവുന്ന ഗാനങ്ങളാണെങ്കിൽ പരമാവധി പാടുവാൻ ശ്രമിക്കുന്നതാണ്. ജോയൽ കെ ജിനു സജസ്റ്റ് ചെയ്തിരിക്കുന്നു രക്ഷിതാവിനെ കാൺക പാപി എന്ന ഗാനം. ദൈവനാമ മഹത്വത്തിനായി പാടുന്നു. ഈ പാടുന്ന വേളയിൽ നമുക്ക് ക്രൂശിനെ ധ്യാനിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.
രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽകരം ചേർന്നിതാ ആണിമേ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേ തൂങ്ങുന്നു. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം. കള്ളമേതും നിനയ്ക്കേണ്ട നിന്നുള്ളിൽ നീ, കള്ളമേതും നിനയ്ക്കേണ്ട നിന്നുള്ളിൽ നീ. ഉള്ളം നീ മുഴുവൻ തുറന്നു, രാത്രിയിൽ ഉള്ളം നീ മുഴുവൻ തുറന്നു. തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. മത്തായി 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മുടെ കഷ്ടതയിൽ മാറി നിൽക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം, നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനാണ് ദൈവം. പണ്ട് പ്രാചീന കാലങ്ങളിൽ വാഹനമില്ലായിരുന്ന സാഹചര്യത്തിൽ മനുഷ്യൻ തലയിൽ ചുമട് വെച്ചാണ് സഞ്ചരിച്ചിരുന്നത്. പലപ്പോഴും ആളുകൾ കുറവായതിനാൽ അരമൈൽ അല്ലെങ്കിൽ 3/4 മൈൽ ദൂരം ചെല്ലുമ്പോഴത്തേക്ക് 2 കല്ലിൽ ഒരു ഇഴ ഉണ്ടായിരിക്കും. അത് നമുക്ക് ചുമട് വെക്കാവുന്ന സാഹചര്യമായതിനാൽ അതിനെ ചുമട് താങ്ങി എന്ന് പറയും. അത് ഇറക്കി നമ്മൾ ആശ്വസിക്കുന്നതിനാൽ അതിന് ഇളപ്പെന്ന് പറയും. ഒരു വൃദ്ധനായ മനുഷ്യൻ തലയിൽ ചുമടുമായി ദീർഘദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചപ്പോൾ ഒരു ചുമട് താങ്ങി ഇല്ലാത്തടത്ത് തനിക്ക് സാധനം ഇറക്കി വെക്കേണ്ടതായി വന്നു. താൻ ക്ഷീണമെല്ലാം മാറി ആശ്വസിച്ചതിന് ശേഷം താൻ വീണ്ടും പോകാൻ ആഗ്രഹിച്ചപ്പോൾ ഈ ചുമട് താങ്ങുവാൻ ആരുമില്ല. പലരും അവിടെ കടന്നു വന്നു. ഒരാൾ അവിടെ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, ഇതൊന്ന് താങ്ങിത്തരാമോ? അദ്ദേഹം കണ്ട ഭാവം നടിക്കാതെ കടന്നുപോയി. മറ്റൊരാൾ കടന്നു വന്നു. അദ്ദേഹം പുച്ഛഭാവത്തിൽ തന്നെ നോക്കി വെച്ച് മാറിപ്പോയി. താനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മൂന്നാമതായി ഒരാൾ വരിക, നല്ല സുന്ദരനായ യുവാവ്. അദ്ദേഹത്തോട് കണ്ടാൽ ചോദിക്കാൻ തോന്നില്ല ചുമട് താങ്ങാമോ എന്ന്. എന്നാൽ ആ യുവാവ് വൃദ്ധനായ മനുഷ്യന്റെ അടുക്കൽ വന്ന്, എന്താ അപ്പച്ച, ക്ഷീണിച്ചിരിക്കുവാണോ? ഈ ചുമട് ഞാൻ താങ്ങാമെന്ന് പറഞ്ഞ് അത് തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് ആ പ്രിയ പിതാവിൻ്റെ ഭവനത്തിൽ തന്നെ കൊണ്ട് ചെന്നാക്കി. പ്രിയരെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുടെയും ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവ് ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മളെ കൈവിടാത്ത ദൈവമാണ്. പ്രിയരെ, സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ
അവൻ ഭൂമിയെ അല്ല വിളിക്കുന്നത്, നമ്മെ ഓരോരുത്തരെയുമാണ്. ആ വിളിക്കായി നമുക്ക് കാതോർക്കാം. മോഹഭംഗമേറ്റ് കിടക്കുന്ന മനുഷ്യ മനസ്സുകളിൽ പ്രകാശത്തിന്റെ കിരണങ്ങൾ പകരുന്നതാണ് ക്രൈസ്തവ സംഗീതം. അതെ, ഇത് സ്നേഹത്തിന്റെ സംഗീതമാണ്, ഇത് ആശ്വാസത്തിന്റെ സംഗീതമാണ്, ഇത് പ്രത്യാശയുടെ സംഗീതമാണ്. പാട്ടുകാരൻ പറയുക, യേശുവിനെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വീണ്ടെടുത്തതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കും. ഈ അർത്ഥം വരുന്ന ഒരു ഹിന്ദി ഗാനം നമുക്ക് ശ്രവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. तो गाओ हालेलुया, तो गाओ हालेलुया, तो गाओ हालेलुया, तो गाओ हालेलुया. यीशु ने हमें छुड़ाया है पापों के जाल से, यीशु ने हमें बचाया है शैतान की चाल से, यीशु ने हमें छुड़ाया है पापों के जाल से, यीशु ने हमें बचाया है शैतान की चाल से. The cow hallelujah, 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 the cow hallelujah. हमने शांति पाई है यीशु के नाम से, हमने पाई है क्षमा मुक्ति श्रापम से, हमने शांति पाई है यीशु के नाम से, हमने पाई है क्षमा मुक्ति श्रापम से. The cow hallelujah, 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 the cow hallelujah. अब हम न डरेंगे यीशु जो साथ है, शैतान से हम लड़ेंगे यीशु के नाम से. अब हम न डरेंगे यीशु जो साथ है, शैतान से हम लड़ेंगे यीशु के नाम से. The cow hallelujah, the cow hallelujah, the cow hallelujah,
Look out, hallelujah. 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 ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഒരിക്കലൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദ്യമായ നന്ദിയെ രേഖപ്പെടുത്തുകയാണ്. ബിൻസി തോമസ് എൻ ഭവനം മനോഹരം പാടാമോ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾ അത് പാടുന്നതാണ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് വർണ്ണിക്കാനാവില്ല. ഈ ലോകത്തിലെ നമ്മുടെ വാസസ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ കൊട്ടാരമുണ്ട്, കൂടിലുണ്ട്, പല നിലകളിലുള്ള ക്രമീകരിച്ചാണ് നമ്മൾ ഭവനങ്ങളൊക്കെ പണിയുന്നത്. നമ്മുടെ സാമ്പത്തികമായ സ്ഥിതിവിശേഷങ്ങളൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഭവനം പണിയാറുള്ളത്. എന്നാൽ ദൈവിക ഭവനത്തിൻ്റെ പ്രത്യേകത ഈ ഭൂമിയുടെയും ഭൂതലത്തിൻ്റെയൊക്കെ ഉടമസ്ഥനാണ് നമ്മുടെ ദൈവം. സകലത്തിൻ്റെയും ഉടമസ്ഥനാണ് ദൈവം. നമുക്ക് വേണ്ടി, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി മനോഹരമായ പാർപ്പിടങ്ങളാണ് അവിടെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പാട്ടുകാരൻ അതിൻ്റെ വരികളിൽ ഒരുപാട് കാര്യങ്ങൾ ആ ഭവനത്തിൻ്റെ പ്രത്യേകതകളെ പറ്റി വർണ്ണിച്ചിട്ടുണ്ട്. ഇതെല്ലാവരുടെയും ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞ ഒരു ഗാനമാണ്. ഇത് എഴുതിയിരിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ലാസർ വി മാത്യുവിൻ്റെ സഹോദരൻ ബെഞ്ചമിൻ മാത്യു ആണ്. അദ്ദേഹത്തിൻ്റെ ഗാനം എല്ലാവരെയും ഹൃദ്യമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെയും ആ ഗാനം അതിയായി സ്വാധീനിച്ചിട്ടുണ്ട്. ദൈവനാമ മഹത്വത്തിനും നമ്മുടെ പ്രത്യാശയ്ക്കും ഈ ഗാനം കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പാടുന്നു. മനോഹരൻ എന്താനന്ദം വർണ്യാതീതം സമ്മോദകം എൻ ഭവനം മനോഹരൻ എന്താനന്ദം വർണ്യാതീതം സമ്മോദകം പാളി ദൂരെ താരപദ വീജിൽ ദൂരെ മേഘ പാളി ദൂരെ താരപദ വീജിൽ ദൂത വൃന്ദങ്ങൾ സമ്മോദര പാടിയിടും സ്വർഗ നീതി ദൂത വൃന്ദങ്ങൾ സമ്മോദര പാടിയിടും സ്വർഗ നീതി എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം
പത്തും രണ്ടും കല്ലുകളാൽ തീർത്തതം മന്ദിരം കണ്ടെൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു പൊഴിച്ചിടും കണ്ടെൻ കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശ്രു പൊഴിച്ചിടും എൻ ഭവനം മനോഹരം എന്നാനന്ദം വർണ്യാതീതം സമ്മോദകം എൻ ഭവനം മനോഹരം എന്നാനന്ദം വർണ്യാതീതം സമ്മോദകം ദൂരെ മേഘ പാളി ദൂരെ താരപഥ വീഥി ദൂരെ മേഘ പാളി ദൂരെ താരപഥ വീജി വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗ്ഗവീഥി ദൂത വൃന്ദങ്ങൾ സമ്മോദരായി പാടിയിടും സ്വർഗ്ഗവീഥി ചെല്ലക്കാട് ദൈവസഭാംഗവും അതുപോലെ നല്ലൊരു കലാകാരനാണ് ജോബിൻ. നിരവധി ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ മികവ് എടുത്തു പറയേണ്ടവയാണ്. അദ്ദേഹം സജസ്റ്റ് ചെയ്ത ഗാനം നന്മ മാത്രമേ എന്ന ഗാനമാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്; രണ്ട്, ദൈവം സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. യേശു ഭൂമിയിൽ 33.5 വർഷം ജീവിച്ചു. തൻ്റെ കാൽവറി ക്രൂസിലെ കഷ്ടത നമുക്ക് വിവരിക്കാനാവില്ല. അത്രത്തോളം മാനവ സമൂഹത്തിന് വേണ്ടി താൻ കഷ്ടതയെ അനുഭവിച്ചു. നമുക്ക് നോക്കുമ്പം അതൊരു ബുദ്ധിമുട്ടാണ്, അത് സങ്കടമാണ്, അത് തിന്മയായിട്ടൊക്കെ നമുക്ക് തോന്നാം. എന്നാൽ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം മാനവ സമൂഹത്തിൻ്റെ മുഴുവൻ വിടുതലാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും വേദനകളും ഒക്കെ കടന്നു വരുമ്പോൾ ഇത് തിന്മയാണെന്ന് പറഞ്ഞ് നാം മാറേണ്ടിവരല്ല. ഇതിൻ്റെ ആത്യന്തികമായ അവസാനം എന്ന് പറയുന്നത് നന്മയാണ്. പ്രിയരെ, ദൈവനാമ മഹത്വത്തിനായി പാടുന്നു, നന്മ മാത്രമേ, നന്മ മാത്രം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ദൈവം സകലത്തും നമുക്ക് വേണ്ടി നന്മയ്ക്കായി ചെയ്യും. ഇന്ന് രാത്രിയിലും അത് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി, നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി, എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശയേ, നീ ഒന്നു മാത്രമേ, എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ,
ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് എന്നോടൊപ്പം ചേർന്ന് പറയുവാൻ കഴിയും? നമ്മുടെ ആശ, നമ്മുടെ എല്ലാം നമ്മുടെ കർത്താവ് ഒരുവൻ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കായിട്ടെന്ന് നാം ഒരുപക്ഷെ കരുതിയാലും തിന്മയിലും നന്മയുടെ ഉറവിനെ ഉളവാക്കുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കായുണ്ട്. രാത്രിയിൽ വിശ്വാസത്തോടുകൂടെ ഈ വരികൾ പാടുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ. ആമേൻ. നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാമേ യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാമേ യേശുവേ നന്മയ്ക്കായിട്ടല്ലോ. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി, നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ ആത്മസഖി. എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശയെ നീ ഒന്നു മാത്രമേ. എൻ്റെ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ആശയെ നീ ഒന്നു മാത്രമേ. ഈ ലോകം നമുക്ക് യോഗ്യമല്ല. കർത്താവ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ലോകത്തെ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതേ, ദോഷം മാത്രം നൽകുന്ന ഈ ലോകത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്നത് ദൈവത്തിൻ്റെ വചനവും ദൈവിക സാന്നിധ്യവും മാത്രമാണ്. ദോഷം മാത്രമേ ഈ ലോകം തരും. ദോഷമായിട്ടൊന്നും പ്രിയൻ ചെയ്യുകയില്ല. ദോഷം മാത്രമേ ഈ ലോകം തരൂ. ദോഷമായിട്ടൊന്നും പ്രിയൻ ചെയ്യുകയില്ല. എൻ്റെ യേശുവേ, എൻ്റെ പ്രാണനെ നന്മ ചെയ്യുവാനെനിക്കു നീ കൃപ നൽകുകേ. എൻ്റെ യേശുവേ, എൻ്റെ പ്രാണനെ നന്മ ചെയ്യുവാനെനിക്കു നീ കൃപ നൽകൂ. ഒരുമിച്ച് യേശു മാത്രമേ, യേശു മാത്രമേ, യേശു മാത്രമേ എൻ
ഒന്നു മാത്രമേ. ഹല്ലേലൂയ ജീസസ്. മനുഷ്യൻ ഇന്ന് ഭയത്തോടെയാണ് ആയിരിക്കുന്നത്. കാരണം പകർച്ചവ്യാധികൾ പടർന്ന് പന്തലിക്കുന്നു. ഇന്ന് ആരോഗ്യത്തോടെ കാണുന്നവർ ചിലർ ദിവസങ്ങൾ കഴിയുമ്പോൾ രോഗികളായി തീരുന്നു. സൗന്ദര്യമുള്ള ആരോഗ്യ ദൃഢഗാത്രരായവർ മരിച്ചെന്നുള്ള വാർത്ത നാം കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്നുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ തുടങ്ങിയവ നിമിത്തം ഭയപ്പെടുന്നു. അണുബോംബ് വർഷിക്കപ്പെടുന്നത് മൂലം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ ആഘാതങ്ങൾ ഇനിയും ഉണ്ടാകുമോ എന്നോർത്ത് ഭാരപ്പെടുന്നവർ, ലോകത്തിന്റെ പോക്ക് കണ്ട് ഭാരപ്പെടുന്നവർ, കൊട്ടേഷൻ സംഘങ്ങൾ നിമിത്തം ഭാരപ്പെടുന്നവർ, അങ്ങനെ പല നിലകളിൽ മനുഷ്യൻ ഭയത്തിന് അധീനരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. മരണഭയത്തിന് അധീനരായി തീർന്നുകൊണ്ടിരിക്കുക. മരണത്തെ ഭയമില്ലാത്തവരാരാണ്? എല്ലാ വിധത്തിലും മനുഷ്യൻ ഭയത്തിന്റെ ഒരു അനുഭവത്തിലേക്കായിരിക്കുകയാണ്. പ്രിയരെ, ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് അവന് ഭയപ്പെടുവാൻ യാതൊരു കാരണമില്ല. ജാഗ്രതയാണ് എല്ലാറ്റിനും ആവശ്യം. ഭയത്തെപ്പറ്റി അതിന്റെ മൂലകാരണം എന്താണ്? ഭയം വരുത്തുന്ന വിനാശം എന്താണ്? അതിന് പരിഹാരമുണ്ടോ? അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം എടുത്തു കാണിക്കത്തക്ക പറയാനുള്ളത് വിശുദ്ധ വേദപുസ്തകമാണ്. അതിലാരെയാണ് ഉയർത്തി കാണിക്കുന്നത്? യേശു ക്രിസ്തുവിനെയാണ്. നമ്മുടെ ഭയവും നിരാശയും എല്ലാം യേശുവിനോടുള്ള നമ്മുടെ വാസത്തിൽ ഇല്ലാതെയായി തീരും. പ്രിയരെ, ഭയത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് മനുഷ്യൻ പാപം ചെയ്തു ദൈവ തേജസ് നഷ്ടമാക്കിയപ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ഭയം തുടങ്ങി. അന്ന് വരെ ദൈവത്തോടും പാമ്പിനോടും ഒക്കെ അടുത്ത് സഹവാസം നടത്തിയിരുന്ന മനുഷ്യൻ ദൈവത്തെ കണ്ടപ്പോൾ പെട്ടെന്ന് ഒളിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അതെ, പാപമാണ് മനുഷ്യന്റെ ഭയത്തിന് കാരണമായി തീർന്നത്. എന്നാൽ ഇതിന് പരിഹാരം യേശു പറയുക, 365 പ്രാവശ്യം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുക, ഭയപ്പെടേണ്ട എന്ന്. അതേ പ്രിയരെ, ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കാതിൽ മുഴങ്ങിക്കേൾക്കേണ്ട ഒരു ശബ്ദമുണ്ട്, ഭയപ്പെടേണ്ട. ഇന്ത്യ ക്യാമ്പസ് ക്രൂസൈഡ് ഫോർ ക്രൈസ്റ്റിന്റെ ഒരു കൂട്ടായ്മയിൽ ഈ ദൈവവചനം ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ധൈര്യം ദൈവം തരികയുണ്ടായി. അത് കേട്ടവർ പറഞ്ഞു, അത് എൻ്റെ ജീവിതത്തിലും അനുഗ്രഹമായിരുന്നെന്ന്. പ്രിയരെ, ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത്? പ്രിയരെ, ദൈവത്തെ ഭയപ്പെട്ടാൽ ലോകത്തിലെ ഒന്നിനെ നമുക്ക് ഭയപ്പെടേണ്ട സാഹചര്യമില്ല. യേശു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ പറയുകയാണ്, നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മേൽ കവിയുകയില്ല, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ ഓളം എത്തുകയില്ല, തുടങ്ങിയ നീ തീയിൽ കൂടി കടക്കുമ്പോൾ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ധൈര്യത്തോടെ നമുക്കായിരിക്കാം. ഈ കൊറോണയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും നമ്മൾ ആവേശത്തോടെ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല ഇതൊന്നും കണ്ടും. ഞാൻ ജാഗ്രതയോടെ ആയിരിക്കും. ദൈവത്തെ ഭയപ്പെടുന്ന ആർക്കും അതെ നിരാശപ്പെടേണ്ടതായിട്ട്, ഭയപ്പെടേണ്ടതായിട്ട് വന്ന് ഈ ലൈവ് ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഭയത്തോടെ ജീവിതത്തിൽ എങ്ങനെ മുന്നേറുമെന്ന് ആകുലതയോടെ ആയിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി മാറട്ടെ. ഇസുമേരെ സാത്ത് ഹേ, ഇസുമേരെ അന്തർ ഹേ. യേശു എൻ്റെ കൂടെയുണ്ട്, യേശു എൻ്റെ ഉള്ളിൽ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ കർത്താവിനെ സ്തുതിക്കും. ദൈവനാമ മഹത്വത്തിനായി ഒരു ഹിന്ദി ഗാനം പാടുന്നു, ഇസുമേരെ സാത്ത് ഹേ. यीशु मेरे साथ है, यीशु मेरे अंदर है, यीशु मेरे साथ है, यीशु मेरे अंदर है. यीशु को मैं पहने हूँ, मुझ में वो जिंदा है. यीशु को मैं पहने हूँ, मुझ में वो जिंदा है. यही मेरी ताकत है, ये नहीं भूलना है. यही मेरी ताकत है, ये नहीं भूलना है. कभी नहीं भूलना है, कभी नहीं भूलना है, कभी नहीं भूलना है, कभी नहीं भूलना है. यीशु मेरे साथ है, यीशु मेरे अंदर है. यीशु को मैं पहने हूँ, मुझ में वो जिंदा है.
के अधीन है दुनिया की ताकतें, यीशु के अधीन है जितनी हुकूमतें, यीशु के अधीन है दुनिया की ताकतें, यीशु के अधीन है सारी बीमारियां, यीशु के अधीन है अनेक शक्तियां, यीशु के अधीन है सारी बीमारियां, यीशु के अधीन है अनेक शक्तियां, यीशु के अधीन है। यही मेरी ताकत है, या नहीं भूलना है, यही मेरी ताकत है, या नहीं भूलना है, कभी नहीं भूलना है, कभी नहीं भूलना है, कभी नहीं भूलना है, कभी नहीं भूलना है। यीशु मेरे साथ है, यीशु मेरे अंदर है, यीशु मेरे साथ है, यीशु मेरे अंदर है, यीशु को मैं पहने हूँ मुझ में वो जिंदा है, यीशु को मैं पहने हूँ मुझ में वो जिंदा है। शैतान चालाक है, करता हो वार है, मसलूम यीशु से हो गया हार है। शैतान चालाक है, करता हो वार है, मसलूम यीशु से हो गया हार है। छू ही न पाएगा अब कभी वो मुझे, ना डरा पाएगा अब कभी वो मुझे, छू ही न पाएगा अब कभी वो मुझे, ना डरा पाएगा अब कभी वो मुझे। यही मेरी ताकत है, या नहीं भूलना है, यही मेरी ताकत है, या नहीं भूलना है, कभी नहीं भूलना है, कभी नहीं भूलना है, कभी नहीं भूलना है, ओ कभी नहीं भूलना है। यीशु मेरे साथ है, यीशु मेरे अंदर है, यीशु मेरे साथ है, यीशु मेरे अंदर है, यीशु को मैं पहने हूँ मुझ में वो जिंदा है, यीशु को मैं पहने हूँ मुझ में वो जिंदा है। यही मेरी ताकत है, या नहीं भूलना है, यही मेरी ताकत है, या नहीं भूलना है, कभी नहीं भूलना है, कभी नहीं भूलना है, कभी नहीं भूलना है, ओ कभी नहीं भूलना है। यीशु मेरे साथ है, यीशु मेरे अंदर है, यीशु मेरे साथ है, यीशु मेरे अंदर है, यीशु को मैं पहने हूँ मुझ में वो जिंदा है, यीशु को मैं पहने हूँ मुझ में वो जिंदा है। അരക്ഷിതാവസ്ഥയിൽ നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് ആരാണ്? തിന്മയിൽ നിന്നും നിങ്ങളെ മാറ്റി നിർത്തുന്നത് ആരാണ്? നന്മയിൽ നിങ്ങളോടൊപ്പം സഹകരിക്കുന്നത് ആരാണ്? നിങ്ങൾക്ക് വേണ്ടി സ്വന്തം പ്രാണനെ വരെ വെടിയാൻ സന്നദ്ധ കാണിക്കുന്നത് ആരാണ്? സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നത് ആരാണ്? ഇതാണ് യഥാർത്ഥ സ്നേഹം. ഇതാര് പ്രകടിപ്പിക്കുന്നുവോ അതാണ് യഥാർത്ഥ സ്നേഹിതൻ. സ്വന്തം കൂട്ടുകാരന് വേണ്ടി, സഹോദരന് വേണ്ടി ജീവൻ കൊടുക്കുന്നതോളം വലിയ സ്നേഹമില്ല എന്ന് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ നാം പഠിച്ചിട്ടുണ്ട്. ഈ സ്നേഹം വില കൊടുത്ത് വാങ്ങാവുന്നതോ അല്ലെങ്കിൽ കമ്പോളത്തിൽ പോയി വിൽക്കപ്പെടുന്നതുമായ ചരക്കല്ല ഈ സ്നേഹം എന്ന് പറയുന്നത്. ഇത് ദൈവികമാണ്. സ്നേഹം എന്ന് പറയുന്നത് ഇത് ഓരോ മനുഷ്യനിലും ആഴ്ന്നു കിടപ്പുണ്ട് പ്രിയരെ. അങ്ങനെയെങ്കിൽ നമുക്ക് കാണാവുന്ന, ഞാൻ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രത്യേകതകളൊക്കെയുള്ള സ്നേഹം അത് ദൈവത്തിൽ
ദൈവത്തിൽ നിന്ന് മാത്രമാണ്. പലപ്പോഴും യഥാർത്ഥ സ്നേഹിതനെ അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം കണ്ടെത്തും വരെ മനുഷ്യന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. പ്രിയരെ, ആദിമ മനുഷ്യൻ പാപം ചെയ്തത് മുതൽ യേശുക്രിസ്തുവിന്റെ കാലഘട്ടം വരെയുള്ള മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എന്നാൽ കാൽവറി ക്രൂശിൽ യേശുനാഥൻ തന്റെ രക്തം നൽകി നമുക്ക് വേണ്ടി പ്രാണനെ വെടിഞ്ഞപ്പോൾ അത് സ്നേഹമായി രൂപാന്തരപ്പെടുകയാണ്. പ്രിയരെ, ഇതുവരെ മനസ്സസ്വസ്ഥമായി കഴിയുന്നവർക്ക് ഇതൊരു ദൈവസ്നേഹമായി വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമ മഹത്വത്തിനായി പാടുന്നു. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, അത് വർണ്ണിക്കാൻ വാക്കുകളില്ല. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാൻ. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരേ ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരേത്തും സ്നേഹകരം. മരുഭൂവിൽ വാടിത്തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ, മരുഭൂവിൽ വാടിത്തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ, പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം. പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാൻ. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ നിൻ ചാരേത്തും സ്നേഹകരം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരേത്തും സ്നേഹകരം.
യാഗങ്ങളെപ്പറ്റി ദൈവം കൊടുത്ത വ്യവസ്ഥകൾ ലേവ്യ പുസ്തകത്തിലാണ് പ്രതിപാദിക്കുന്നത്. പൊതുവായി പ്രധാനമായും 5 വിധ ലേവ്യ യാഗങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം കൊടുത്ത വ്യവസ്ഥ പ്രകാരം ആദ്യം യാഗമർപ്പിച്ചത് അഹരോനായിരുന്നു. പറഞ്ഞു വന്നത്, പഴയ നിയമ യാഗങ്ങളെല്ലാം മനുഷ്യന്റെ പാപത്തെ മറയ്ക്കുവാൻ മാത്രമേ ഉതകിയിരുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലാകട്ടെ മനുഷ്യന്റെ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ തൻ്റെ ശരീരം യാഗമായി അർപ്പിച്ചപ്പോൾ യാഗങ്ങൾക്ക് മുഴുവൻ പരിസമാപ്തി ലഭിക്കുകയാണ്. പഴയ നിയമത്തിൽ അർപ്പകൻ, യാഗവസ്തു, പുരോഹിതൻ എന്നീ 3 ഘടകങ്ങൾ യാഗത്തിനുണ്ടായിരുന്നു. മാത്രമല്ല ഇത് വളരെ ചിലവേറിയതാണ്. സമ്പത്തുള്ളവർക്ക് മാത്രമാണ് ഇത് കൂടുതലായി അർപ്പിക്കാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തോടുകൂടി ആ യാഗത്തിൻ്റെ സമ്പ്രദായം അവസാനിപ്പിക്കപ്പെട്ടു. മറിച്ച് ആത്മീയ യാഗാർപ്പണമാണ് പിന്നീട് നിലവിൽ വരുന്നത്. പൗലോസ് എബ്രായ സഭയോട് പറയുന്നത്, നിങ്ങൾ സ്തോത്രമെന്ന അധരഫലം ഇടവിടാതെ അർപ്പിക്കണമെന്ന്. അപ്പോൾ സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് സങ്കീർത്തനക്കാരനും പറയുന്നു. അതേ പ്രിയരെ, നമ്മുടെ ജീവിതയാത്രയിൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തെ സ്തുതിക്കേണ്ടതിൻ്റെ അനിവാര്യത ഇത് വെളിവാക്കുന്നു. പഴയ നിയമയാഗങ്ങൾ സമ്പത്തുള്ള വളരെ ചിലവേറിയതായി മാറുമ്പോൾ ഇപ്പോഴുള്ള ദൈവത്തിന് നമ്മൾ അർപ്പിക്കുന്ന ആത്മീയ യാഗം എന്ന് പറയുന്നത് ചിലവ് ഇല്ലാത്തതാണ്, അധരഫലമാണ്. പ്രിയരെ, നമുക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പാട്ടുകാരൻ ഇപ്രകാരം പറയുക, ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ദൈവനാമ മഹത്വത്തിനായി പാടുന്നു. ചേർന്ന് പാടി കരങ്ങളടിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ശാപത്തിൽ നിന്നും എൻ്റെ പ്രാണനെ കാത്തവനെന്നും. പാപത്തിൻ ശാപത്തിൽ നിന്നും എൻ്റെ പ്രാണനെ കാത്തവനെന്നും. പാരിൽ തൻ അൻപിനു തുല്യമില്ലൊന്നും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നാവുകളാലും 10,000 വാക്കുകളാലും. 1000 നാവുകളാലും 10,000 വാക്കുകളാലും. ദിവ്യ സ്നേഹമവന്യമാരാലും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും.
നിത്യത തന്നിൽ ഞാനെത്തും, തൻ്റെ സ്തുത്യപാദങ്ങൾ ഞാൻ മുത്തും. ഭക്തിയാൽ ആനന്ദ കണ്ണുനീർ വീഴ്ത്തും, ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. മറ്റു വിഭാഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് പരസ്പരാശ്രയത്വമാണ്. മനുഷ്യൻ ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പരസ്പരം ബന്ധിതമാണ്. ഒരു ഉദാഹരണം പറയാം. കാലാവസ്ഥ വ്യതിയാനം മൂലം കൃഷിക്ക് ഒരു സംഭവിച്ചാൽ അത് ഭക്ഷ്യക്ഷാമത്തിലേക്ക് നയിക്കപ്പെടും. അങ്ങനെ പല പല ഉദാഹരണങ്ങൾ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ഭവനത്തിലായിക്കോട്ടെ, അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും പരസ്പര ബന്ധിതമായ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോഴും ഒരു കാര്യം ഓർക്കണം, മനുഷ്യനാണ്, അതിന് പരിമിതിയുണ്ട്. ഇപ്പോൾ അപ്പനും അമ്മയ്ക്കും മക്കളോടുള്ള സ്നേഹമായിക്കോട്ടെ, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹമായിക്കോട്ടെ, അതിനൊക്കെ പരിമിതിയുണ്ട്. എന്നാൽ ദൈവത്തിലുള്ള ആശ്രയത്വം എന്ന് പറയുന്നത് നിത്യമാണ്. നമ്മൾ പലപ്പോഴും വൈദ്യശാസ്ത്രത്തിലും ഭൗതികമായ കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ആശ്രയിക്കാറുണ്ട്. എന്നാൽ അവയ്ക്കൊക്കെ അതിൻ്റെതായ പരിമിതിയുണ്ട്. എന്നാൽ ദൈവത്തിലുള്ള ആശ്രയത്വം വളരെ അനുഗ്രഹമാണ്. നമ്മുടെ ഭാരങ്ങളിലും നമ്മുടെ വേദനയിലും നമുക്ക് താങ്ങായി നിൽക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ സഹോദരങ്ങളായിരിക്കില്ല, നമ്മുടെ കർത്താവാണ്. അങ്ങനെയെങ്കിൽ ഒത്തിരി അനേകം ആളുകൾ പാടി ആശ്വസിച്ച ഒരു ഗാനമാണ് എന്നേശുവല്ലാതെ ഇല്ല എനിക്കൊരാശ്രയം ഭൂമിൽ. ദൈവനാമമഹത്വത്തിനായി പാടുന്നു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആശ്രയമില്ലാതെ നിരാശയോടെ ആയിരിക്കുന്നെങ്കിൽ ഈ ഗാനം നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
ഇന്ന് രാത്രി നിങ്ങളിൽ ഒരാൾ ആവശ്യപ്പെട്ടതുപോലെ എത്ര പേർക്ക് പറയുവാൻ കഴിയും, എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ആ നല്ല പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ഇന്ന് രാത്രിയിൽ കർത്താവിനെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവ സാന്നിധ്യം നിങ്ങൾ ആയിരിക്കുന്ന മേഖലകളിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന അനുഭവങ്ങളിൽ വെളിപ്പെട്ടു വരുന്ന രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ ജീസസ്. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണ. കരങ്ങൾ ഉയർത്തിയോ. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലേനിക്കു ദോഷം ചെയ്യൂ. എത്ര പേർക്ക് എന്നോടൊപ്പം ചേർന്ന് ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലേനിക്കു ദോഷം ചെയ്യൂ. നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ ആ കരങ്ങൾ ഉയർത്തി. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു, തൻഹിതമാണെന്നു ഞാനറിയും. ഒരുമിച്ച് പാടുവാ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങ് ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഹല്ലേലൂയ. അതെ, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ. കർത്താവിൻ്റെ ഇഷ്ടം നമ്മളിൽ പൂർണ്ണമാകണം. അതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആ ഗാനം സജസ്റ്റ് ചെയ്തത് ജോസ്ന ഷൈജുവാണ്. പ്രത്യേകമായ നന്ദി ഈ തരുണത്തിൽ രേഖപ്പെടുത്തുന്നു. കൊല്ലവർഷം 1085 മുതൽ 88 വരെയുള്ള കാലയളവ് സാധു കൊച്ചുഞ്ഞുപദേശിയുടെ ജീവിതം കഷ്ടത നിറഞ്ഞതായിരുന്നു. അദ്ദേഹം അതിനെ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്: കണ്ണുനീരിന്റെ താഴ്വര അല്ലെങ്കിൽ ബാഖായുടെ താഴ്വര എന്നാണ് വിശേഷിപ്പിച്ചത്. എന്തെന്നാൽ തൻ്റെ ഒരു മകൻ മരണപ്പെട്ടു, മറ്റൊരു മകൻ മരണാസന്നനായി കിടക്കുന്നു.
നാട്ടിലുള്ളവരെല്ലാം പറയുന്നത് സാധു കൊച്ചുപദേശിയുടെ ഭക്തി കൂടിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ തൻ്റെ ദോഷം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് തന്നെ കുറ്റപ്പെടുത്തിയ തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. സാധു കൊച്ചുപദേശിയുടെ ജീവിതം ഏകാന്തതയുടെ തുരുത്തായി മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം മുറിവുണങ്ങാതെ താനായിരിക്കുകയാണ്. ഒരു ദിവസം വെയിലത്ത് തിണ്ണക്കിരിക്കുമ്പോൾ സൂര്യന്റെ വെട്ടമടിക്കട്ടെ എന്ന് കരുതി താൻ ഇരിക്കുക. അപ്പോൾ ഒരു മനുഷ്യന് രോഗിയായ സാധു കൊച്ചുപദേശിയെ കാണണം, എന്നാൽ ഉപദേശി ഇദ്ദേഹത്തെ കാണാൻ പാടില്ല എന്ന ഭാവത്തിൽ തന്നെ കണ്ടിട്ട് പോയി. ഇത് സാധു കൊച്ചുപദേശി കാണുവാനിടയായി. അദ്ദേഹം ഉടനെ തൻ്റെ ഡയറി എടുത്ത് എഴുതിയത്, ആരും സഹായമില്ല, എല്ലാവരും പാരിൽ, കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. പിന്നീട് പല സന്ദർഭങ്ങളെ താൻ ഈ ഗാനത്തിന് വേണ്ടി പല സന്ദർഭങ്ങളിലൂടെയാണ് ബാക്കി വരികൾ താൻ എഴുതി ചേർക്കുകയുണ്ടായത്. വളരെ പ്രസിദ്ധമായ ഗാനമാണ്, നമുക്ക് പ്രത്യാശ പകരുന്ന ഗാനമാണ്. അതെ, എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടും. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞത് ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞത് ഉല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങൾ, ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങൾ, ആറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം
തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് തുടങ്ങിയ ഒട്ടനവധി ഗാനങ്ങൾ ക്രൈസ്തവ ഗാനസമൂഹത്തിന് സംഭാവന ചെയ്തയാളാണ് സുവിശേഷകൻ ചാൾസ് ജോൺ. അദ്ദേഹം റാന്നി സ്വദേശിയാണ്. ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം എഴുതിയ ഗാനങ്ങൾ ഒട്ടനേകം ആളുകൾ ചേർന്ന് പാടിയിട്ടുണ്ട്. ജോസ്ന ഷൈജു സാധു എന്നെ കൈവിടാതെ എന്ന പാട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗാനം എഴുതിയത് നമ്മുടെ ചാൾസ് ജോൺ അങ്കിളാണ്. ദൈവനാമ മഹത്വത്തിനായി പാടുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. Praise the Lord. Hallelujah. നമ്മെ കൈവിടാത്തൊരു ദൈവമാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ആശ്രയം. ഒരുമിച്ച് നല്ല ഗാനത്തിന്റെ വരികൾ പാടാം. ഹല്ലേലൂയ. കൊടും കാറ്റും തിരമാലയും പടകിൽ വന്നാഞ്ഞടിക്കും. കൊടും കാറ്റും തിരമാലയും പടകിൽ വന്നാഞ്ഞടിക്കും. നേരമെൻ്റെ ചാരയുണ്ട്, നേരമെൻ്റെ ചാരയുണ്ട്, നാഥനെന്നു വല്ലഭന, നാഥനെന്നു വല്ലഭന. സാധു എന്നെ കൈവിടാതെ നാഥനെന്നു നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നു നടത്തിയിടുന്നു. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. ആപത്തിലും രോഗത്തിലും, ആപത്തിലും രോഗത്തിലും അവനാണെനിക്കഭയം, അവനാണെനിക്കഭയം. സാധു എന്നെ കൈവിടാതെ നാഥനെന്നു നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നു നടത്തിയിടുന്നു. ഇത്രത്തോളം ഞങ്ങളുടെ ഗാനങ്ങളെ ശ്രവിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഹൃദ്യമായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഒരു ഗാനം കൂടെ ആലപിച്ച് ഞങ്ങളുടെ സംഗീത ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. ഇത്രത്തോളം ലോകം അധപ്പതിച്ച ഒരു കാലഘട്ടം മുൻപുണ്ടായിട്ടില്ല. മനുഷ്യജീവന് യാതൊരു വിലയില്ല. കരിയില കൂട്ടിയിട്ട് കത്തിക്കുന്നത് പോലെ മനുഷ്യന്റെ ജീവൻ കത്തിച്ച് കളയാണ്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ നാം ആത്മാഭിമാനത്തോടെ പറയുന്ന കേരളത്തിലൊക്കെ എത്ര ക്രൂരമായ കൊലപാതകങ്ങൾ നടക്കുന്നു. ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ എത്ര സംഭവങ്ങൾ അരങ്ങേറുന്നു. സമകാലീന വെളിച്ചത്തിൽ നമുക്കവ മനസ്സിലാക്കാൻ കഴിയുന്നു.
മനുഷ്യൻ ആകെ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനത്രേ. മൃഗത്തെക്കാൾ അധപ്പതിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. ഒരു ഭക്തനെ സംബന്ധിച്ച് പറയാൻ കഴിയും, കർത്താവെ വേഗം വരണമേ. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിന്റെ വരവാണ്. ലോകം അധപ്പതിക്കുന്നത് നമുക്ക് വിഷയമല്ല. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിന്റെ വരവാണ്. ഈ നമ്മുടെ ലോകം ഏകാധിപത്യവും ജനാധിപത്യവും ഒക്കെ ഭരണത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തിയോക്രസിയാണ്, ദൈവാധിപത്യമാണ്. അതിന് കാലമാസന്നമായി ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. വാനമേഘ വിശുദ്ധരെ ചേർത്തിടുവാൻ മണവാളൻ വെളിപ്പെടാൻ ആസന്നമായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ പ്രത്യാശയുടെ വരികൾ ചേർന്ന് പാടുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രിയിൽ കർത്താവിനോടുള്ള ആഗ്രഹം, താൻ വരുമ്പോൾ ഞാനും കൂടെ പോകുമെന്നുള്ള നല്ല ചിന്ത വ്യാപരിപ്പാനിടയായി തീരട്ടെ. ഒരുമിച്ച് പാടാം. ഹല്ലേലൂയ. ദൂതർ കാഹളങ്ങൾ മീട്ടിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്ത് ഞാനും പാടുമേ. വാനമേഘ വിശുദ്ധരെ ചേർത്തിടുവാനാ മണവാളൻ വെളിപ്പെടുമേ. സങ്കേതമായവൻ, കോട്ടയായവൻ, നിന്നിൽ മാത്രം ചാരിടുന്നു ഞാൻ. ദൂതർ കാഹളങ്ങൾ മീട്ടിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്തു ഞാനും പാടുമേ. ദൂതർ കാഹളങ്ങൾ മീട്ടിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്തു ഞാനും പാടുമേ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരു കരങ്ങളും ചേർത്ത് തട്ടി ഈ നല്ല പ്രത്യാശയുടെ ഗാനം ഇന്ന് രാത്രി ഒരുമിച്ച് പാടാം. കർത്തന്റെ വചനങ്ങളെല്ലാം നിറവേറുകയാണ്. ഇന്ന് രാത്രിയിൽ എനിക്കൊരു സന്തോഷമുണ്ട്, എനിക്കൊരു ആനന്ദമുണ്ട്. എന്റെ പ്രിയൻ വാനവേഗത്തിൽ വരാറായി. ഹല്ലേലൂയ. കർത്തൻ വചനങ്ങൾ നിറവേറുന്നേ, എൻ ഹൃദയങ്ങൾ ആനന്ദിക്കുന്നേ. കഷ്ടതകൾ നിറഞ്ഞ ഈ ഭൂമിയിൽ നിന്നും സ്വർഗരാജ്യ ചേർന്നിടുമേ ഞാൻ. ദൂതർ കാഹളങ്ങൾ മീട്ടിടും നേരം പ്രിയനൊത്ത് ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്ത് ഞാനും പാടുമേ. ദൂതർ കാഹളങ്ങൾ മീട്ടിടും നേരം പ്രിയനൊത്ത് ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്ത് ഞാനും പാടുമേ. പാപഭാരം കർത്തൻ ക്രൂശിലേറ്റതാ, ഭാഗ്യവാനായെന്നും വസിപ്പാൻ. നവസന്തോഷം എന്നുള്ളിൽ തന്നതാ, പുതുഗീതം പാടിടുമേ ഞാൻ. ദൂതർ കാഹളങ്ങൾ മീട്ടിടും നേരം പ്രിയനൊത്തു ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം ആനന്ദത്തോടെ പ്രിയനൊത്ത് ഞാനും പാടുമേ. ദൂതർ കാഹളങ്ങൾ മീട്ടിടും നേരം പ്രിയനൊത്ത് ഞാനും ചേരുമേ. ഹല്ലേലൂയ ഗീതം
നമ്മുടെ പ്രാണപ്രിയൻ വേഗത്തിൽ വരാറായി. ഹല്ലേലൂയ. ആ ഉയർപ്പിന്റെ സുപ്രഭാതം നമ്മോട് അടുക്കാറായി. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രത്യാശയോടെ പാടാം ഇന്ന് രാത്രി. ഹല്ലേലൂയ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമിട്ടും സംഘത്തിൽ, ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമിട്ടും സംഘത്തിൽ, ആ പൊൻകിരീടക്കൂട്ടത്തിൽ എൻ്റെ പേർ വിളിക്കും നേരത്തിൽ, ആ പൊൻകിരീടക്കൂട്ടത്തിൽ എൻ്റെ പേർ വിളിക്കും നേരം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങൾ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ പ്രത്യാശ പ്രദീപമേ, എന്നേശുവേ മണാളനേ പ്രത്യാശ പ്രതീകമേ. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ആ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച്. കേൾക്കാറായി തൻ കാഹളധ്വനി നാം പോകാറായി ഈ പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. ഞങ്ങളെ ഈ ലൈവിലേക്ക് ക്ഷണിച്ച ഗ്രാഫെ മീഡിയയുടെ അഡ്മിനിസ്ട്രേറ്റീവായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ എ.വൈ. തോമസിനോടുള്ള ഹൃദ്യമായ നന്ദിയെ രേഖപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, തന്ന അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായി സ്തോത്രം. അനേക ഗാനങ്ങൾ പാടുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. കീബോർഡ് പ്ലേ ചെയ്യുവാൻ ബിബിനെ ശക്തീകരിച്ചു. പാടുവാൻ ലിബിനെ തന്നെ ദൈവം ബലപ്പെടുത്തി. ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് പരിപാലിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. കേട്ടവർക്ക് കർത്താവ് അത് അനുഗ്രഹമായി വ്യാപരിക്കുന്നതിനാൽ സ്തോത്രം. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വിടുതലായി അത് വ്യാപരിക്കണം. മനക്ലേശത്താൽ ഭാരപ്പെടുന്നവർക്ക് മനസ്സമാധാനം എൻ്റെ ദൈവം നൽകണം. കർത്താവേ, ദൈവകരങ്ങൾ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മിടുക്കുമല്ല, ദൈവത്തിന്റെ കൃപയാണ് കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം ആക്കിയിരിക്കുന്നത്. ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വരവിനായി ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ കർത്താവ്. ലോക സംഭവങ്ങളെല്ലാം കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ അതിനെ നോക്കി പാർത്തുകൊണ്ട് കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ ദൈവം ഞങ്ങളെ ശക്തീകരിക്കണം. കർത്താവ്, കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. കർത്താവെ, അതിനെതിരായി പ്രവർത്തിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെ, എല്ലാ ക്രമസമാധാന പാലകരെ, എല്ലാ ഭരണ സംവിധാനങ്ങളെ ഓർക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ മഹാമാരി ദേശം വിട്ട് ജനം സന്തോഷം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണം. ഞങ്ങളുടെ മടക്കി യാത്രയിലൊക്കെ കർത്താവിന്റെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.